ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പ്രൈമറി ഫങ്ഷൻ ആയിട്ടുള്ള ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഏജൻസി സർവീസസ് ആണ് ഇന്ന് പഠിക്കുന്നത്. സെക്കൻഡറി ഫങ്ഷനിലെ ഏജൻസി സർവീസ് ഉണ്ട്, ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ഫങ്ഷൻസ്. അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ സെക്കൻഡറി ഫങ്ഷൻസിനെ ഡിവൈഡ് ചെയ്ത് അതാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലാദ്യം ഏജൻസി സർവീസസ് ആണ്. എന്താണ് ഏജൻസി സർവീസസ് നമുക്ക് നോക്കാം. ദ ബാങ്ക്സ് ആക്ട് ആസ് എൻ ഏജൻസി എന്ന് പറയുമ്പോൾ ഏജന്റ് എന്താണ് നമ്മൾ ബിസിനസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവർത്തിക്കുന്ന ആളെ ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ബാങ്കാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ബാങ്ക് ഇൻ ദ സെൻസ് ബാങ്ക് ഈസ് ട്രീറ്റഡ് ആസ് an agent. അപ്പോൾ ബാങ്ക് ആക്ട് ആസ് എൻ ഏജന്റ് ഓൺ ദി ബിഹാഫ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻസ്. കസ്റ്റമേഴ്സിനും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. ബാങ്ക് ആസ് എൻ ഏജന്റ് ക്യാൻ വർക്ക് ഫോർ ദ പീപ്പിൾ, ബിസിനസ് ആൻഡ് അതർ ബാങ്ക്സ്, പ്രൊവൈഡിങ് ദ വെറൈറ്റി ഓഫ് സർവീസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി എഗ്രിമെന്റ് ദേ മെയ്ഡ് വിത്ത് ദെയർ ക്ലയൻസ്. അതായത് ബാങ്ക് ഒരു ഏജന്റ് എന്ന നിലയിൽ വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, മറ്റ് ബാങ്കുകൾക്ക് വേണ്ടി പലതരത്തിലുള്ള ഏജന്റോ സർവീസ് ചെയ്യും. അത് അവർ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ നേച്ചർ അനുസരിച്ചിരിക്കും. The following are the important agency services provided by the commercial banks in India. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. Look at here. The commercial banks collect ചെക്ക് കളക്ട് ചെയ്യും, ഡ്രാഫ്റ്റ്സ്, അതുപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് on securities, rent, etc. on the behalf of the customers and credit the proceeds to the customers account. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ചെക്ക് കളക്ട് ചെയ്യും, ഡ്രാഫ്റ്റ് കളക്ട് ചെയ്യും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കളക്ട് ചെയ്യും, ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഡിവിഡൻഡ്, നമ്മൾക്ക് റെന്റ്, ഇതെല്ലാം ബാങ്ക് ആർക്ക് വേണ്ടി കളക്ട് ചെയ്യും? കസ്റ്റമറിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യും. പിന്നെ അത് പേ LIC പ്രീമിയം, നമ്മൾക്കൊരു LIC പ്രീമിയം എല്ലാ മാസവും അടയ്ക്കുകയാണെങ്കിൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് വേണ്ടിയിട്ട് അടയ്ക്കും. പേ LIC പ്രീമിയം, റെൻറ്റ്, ന്യൂസ് പേപ്പർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, അങ്ങനത്തെ ബില്ലുകളൊക്കെ ബാങ്കിനെ ഏൽപ്പിക്കാം. അതുപോലെ തന്നെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ്, നമുക്ക് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ബൈ ചെയ്യുക, അതുപോലെ തന്നെ അതിന് ലാഭം വരുമ്പോൾ അത് വിൽക്കാൻ നമ്മളെ ബാങ്കിനെ ഏൽപ്പിക്കാം. പിന്നെ അഡ്വൈസ് ഓൺ ദ റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ നല്ല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് അഡ്വൈസ് ചോദിക്കാം. ഓക്കെ. പോരാതെ തന്നെ ബാങ്ക് ആക്ട് ആസ് എ ട്രസ്റ്റി, ഒരു ട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യും. അതായത് അച്ഛൻ മരിച്ച അല്ലെങ്കിൽ രക്ഷിതാക്കളില്ലാത്ത മക്കൾ, അവർക്ക് ഒരുപാട് സ്വത്തുണ്ടായിരിക്കും. ആ സ്വത്തിനെ ട്രസ്റ്റി ആയിട്ട് ബാങ്ക് വർക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫണ്ട് കുട്ടികളുടെ നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യും. അതാണ് ബാങ്ക് ആക്ട് ആസ് എ ട്രസ്റ്റി, അണ്ടർടേക്ക് ദ മാനേജ്മെൻറ്റ് ഓഫ് മണി ആൻഡ് പ്രോപ്പർട്ടി, executors carry out the wishes of a deceased customers according to the will, attorneys collect interest, dividend and issue the valid receipt of the customer. അപ്പോൾ ചില കസ്റ്റമേഴ്സിന് മക്കൾ ഉണ്ടാവും, പക്ഷെ അയാൾ മരിക്കുകയാണെങ്കിൽ ബാങ്കിനോട് പറയും എൻ്റെ ഇത്രയും ഫണ്ട് മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കും. അതുപോലെ തന്നെ ട്രസ്റ്റുകളുടെയോ അറ്റോർണീസ് ആയിട്ട് വർക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഏജൻസി സർവീസസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ serve as a correspondent and a representative of their customers in the capacity bank prepare ITax return, that income tax return of their customers and correspond to the IT authorities and pay IT for their customers. IT means income tax ആണ്. അതുപോലെ തന്നെ ചില കസ്റ്റമേഴ്സിന് മന്ത്ലി ഇപ്പോൾ ഒരു 50,000 1 ലക്ഷം രൂപയൊക്കെ ഇൻട്രസ്റ്റ് മാത്രം കിട്ടുകയാണെങ്കിൽ ബാങ്കിൽ നിന്ന് അത് ഇൻട്രസ്റ്റിൻ്റെ ആ ഇൻകം ടാക്സ് കൊടുക്കേണ്ട പരിധിക്ക് അപ്പുറത്താണെങ്കിൽ അത് ബാങ്ക് തന്നെ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് അടയ്ക്കും. ഇതൊക്കെ ഏജൻസി സർവീസസ് ആണ്. ഇനി പറയാൻ പോകുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ആണ്. ജനറൽ യൂട്ടിലിറ്റി സർവീസ് പൊതുവായിട്ട് കിട്ടുന്ന ഫങ്ഷൻ. ഒന്ന് ലോക്കർ ഫെസിലിറ്റീസ്. ഇത് ഞങ്ങൾ പറയാത്ത ഞങ്ങൾക്കറിയാം എന്തിനാണ് നമ്മൾ ലോക്കർ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളെ ഗോൾഡ്, ഓർണമെൻറ്റ്സ്, ഡയമണ്ട്സ്, അതർ വാല്യുബിൾസ്, ഡോക്യുമെൻ്റ് ഒക്കെ സൂക്ഷിക്കാൻ ലോക്കർ ഫെസിലിറ്റി ബാങ്ക് തരും. പക്ഷേ ലോക്കർ ഫെസിലിറ്റി തരുമ്പോൾ ബാങ്ക് നമ്മളെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് മേടിക്കും. ഓക്കെ. പിന്നെ ഇഷ്യൂ ട്രാവലേഴ്സ് ചെക്ക് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരും. അത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങൾക്കാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഏതെങ്കിലും വിദേശ രാജ്യത്തു നിന്നൊരു ഫേം എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ആ ഫേമിന് വേണ്ടിയിട്ട് ബാങ്ക് ആയിരിക്കും ക്യാഷ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഫേമിന് എക്സ്പോർട്ടിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് ക്യാഷ് കിട്ടണമെങ്കിൽ അതെന്ത് ചെയ്യും?
ബാങ്ക് റിസീവ് ചെയ്യും നമ്മൾക്ക് വേണ്ടിയിട്ട്. അതാണ് ഇഷ്യൂ ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇത് മെയിൻലി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഫംഗ്ഷൻ ബിസിനസ്സിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആക്ട് ആസ് എ റഫറി. Bank act as a referee and supply information about the financial standing of their customers on the enquiries made by the other businessmen. റഫറി എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇടയിലില്ല, നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷനൊക്കെ ചില ബിസിനസ്സിന് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അവർ പാസ് ചെയ്യും. നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ല, നമ്മളെ ഡീറ്റെയിൽസ്, നമ്മുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടോ അതൊന്നും ഒരിക്കലും അവർക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. പിന്നെ കളക്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യും ബാങ്കുകൾ. അതുപോലെ തന്നെ കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ ഒരു കൊല്ലം ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ടായി, അതുപോലെ തന്നെ ഇത്ര ലോൺ കൊടുക്കേണ്ടി വന്നു, ഇത്രയും സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റു പല കാര്യങ്ങൾക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് റിസർച്ച് ആർട്ടിക്കിൾസ് ഓൺ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. പിന്നെ അണ്ടർ റൈറ്റിംഗ് ദ സെക്യൂരിറ്റീസ്. എന്താണ് ഈ അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനമാണ്, നമ്മൾക്കിപ്പോൾ 1 കോടി രൂപ ഫണ്ട് കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്, നമ്മുടെ ഷെയർ ഇത്ര രൂപയ്ക്ക് നിങ്ങൾ വിറ്റ് തരണം, അത് നിങ്ങൾ കമ്മീഷനും തരാമെന്ന് പറയും. പക്ഷേ ആ ബാങ്കിന് വിചാരിച്ച മാതിരി വിൽക്കാൻ പറ്റാതെ ആകുമ്പോൾ ബാങ്കിനോട് പറയും നിങ്ങൾക്ക് അതിനേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് നമ്മളെന്ത് ചെയ്യുക, അത് വാങ്ങാം. അപ്പോൾ ബാങ്കിന് നമ്മളെ കയ്യിൽ നിന്ന് നമ്മളെ ഷെയർ വാങ്ങും. അതാണ് അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും നമ്മളതല്ല, അത് ഗവൺമെൻറ്റിൻ്റെയും പബ്ലിക് സെക്ടർ ബോഡീസിൻ്റെ ഒക്കെയാണ്. പിന്നെ മെർച്ചൻ്റ് ബാങ്കും അവർ ചെയ്തു കൊടുക്കും. Some bank provide the merchant bank services such as capital to companies, advice on corporate matters, underwriting, etc. അതായത് ക്യാപിറ്റൽ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആ പൂൾ ചെയ്യാൻ ഈ മെർച്ചൻ്റ് ബാങ്കിങ് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ആണ്. അപ്പോൾ ഏജൻസി സർവീസസും സെക്കൻഡറി ഫംഗ്ഷനിലെ ഏജൻസി സർവീസസും പഠിച്ചു, അതുപോലെ തന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസസും പഠിച്ചു. ഇനി നമുക്ക് ഇന്നോവേറ്റീവ് ടെക്നിക്സ് കൂടിയും ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസ് കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫിനിഷ് ചെയ്തു. ഇതൊരു എസ്എ പാർട്ടാണ്, അപ്പോൾ നന്നായിട്ട് എല്ലാവരും കേൾക്കണം. ഓക്കെ.